ബഹുമാനപ്പെട്ട യേശുദാസ് കുട്ടപ്പശ്ശേരി അച്ഛനാണ്. നമുക്കറിയാം, നമുക്ക് തൊട്ടടുത്തുള്ള ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി ഇടവകയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിലെ അസിസ്റ്റൻ്റ് വികാരി അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലുമൊക്കെ ഉള്ള നൊവേനയിലും ആരാധനയിലൊക്കെ അച്ഛൻ നല്ല സജീവമായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടിയിട്ട് നല്ല ചുറുചുറുപ്പോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനെ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. അപ്പം തന്നെ അച്ഛൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷ മേഖലകളെ, പൗരോഹിത്യ ശുശ്രൂഷ മേഖലകളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ഏറ്റവും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമുക്ക് വേണ്ടിയിട്ട് വചനം പങ്കിടുമ്പോൾ ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് വേണ്ടി വചന വിരുന്നൊരുക്കുമ്പോൾ ഈ മകനിലൂടെ വചന വിരുന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ആശ്വാസവും സൗഖ്യവും നൽകുന്ന വചനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളെയും അതുപോലെ ഇപ്പോഴും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അച്ഛനെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു നന്ദി സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 അച്ഛന് പ്രത്യേകം നന്ദി. എല്ലാം ദൈവ മഹത്വത്തിനായി ദൈവം നൽകിയ ഈ ജീവിതം ദൈവ മഹത്വത്തിനായി മാത്രം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്ക് ആത്മാവിൻ്റെ നിറവുണ്ടാകുവാനായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷ ആരംഭിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, ആത്മാവിന്റെ നിറവാൽ അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധമ്മയിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ ഓരോരുത്തരിലും വന്നു നിറയണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. അങ്ങേ പുത്രനെ കുരിശു ചുമക്കുവാൻ അങ്ങേ ആത്മാവിനാൽ നിറച്ചതുപോലെ ഞങ്ങളിലും അങ്ങേ പദ്ധതി നിറവേറുവാൻ അങ്ങേ ആത്മാവിനാൽ നിറയ്ക്കണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി
വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഈശോയുടെ ആത്മാവേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. സഖിയോ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഖിയോ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നി സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നി സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ, എന്നിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഓരോരുത്തരും പരിശുദ്ധമ്മയോടൊപ്പമായിരുന്ന അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ അമ്മയോടൊപ്പമായിരിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങേ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ. നിറഞ്ഞ് കവിഞ്ഞ് അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ ആദിമസഭയിലായിരുന്നത് പോലെ ഈ നിമിഷവും ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. 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 കരങ്ങളോട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ ആരാധന. യേശുവേ, യേശുവേ, യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. 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 എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ആർക്കെങ്കിലും അസ്വസ്ഥതയുള്ളവരുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ആർക്കും ഒരസ്വസ്ഥതയും ഉണ്ടായിരിക്കുകയില്ല. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടി ആകുമ്പോൾ അതിൽ കൂടുതൽ ഉത്സാഹവും ഉന്മേഷവുമായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി,
കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥതയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച ഒരഭിവാദനമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതിനിടയിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. യഹൂദ പശ്ചാത്തലം. ഒരു സ്ത്രീ പുരുഷനെ അറിയാതെ വിവാഹം കഴിക്കാതെ ഗർഭിണിയായാൽ നമ്മുടെ സമൂഹത്തിൽ എന്താ ഇന്ന് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? വീട്ടുകാർക്ക് നാണക്കേട്, നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കുവാനൊരവസരം. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് എന്തൊക്കെ പറയുവാൻ സാധിക്കും അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ 2023 വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിന് ഈ അവസ്ഥ വന്നപ്പോൾ എന്തായിരിക്കാം ജനങ്ങൾ ചെയ്യുവാൻ പോകുന്നതെന്ന് ബൈബിളിൽ, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദരിൽ ഇങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. ഇതൊക്കെ അറിയാമായിരുന്ന മറിയം, ഒരുപക്ഷേ മറിയത്തിനറിയാമായിരുന്നു തൻ്റെ മാതാപിതാക്കളായ ജോവാക്കിമിനും അന്നായിക്കും സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു, നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബം. നാളെ അവരുടെ മകൾ വളർത്തുദോഷം കൊണ്ട് മോശപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർ അവരെക്കുറിച്ച് പറയാൻ പോകുന്നതും അവർക്കുള്ള ഒരേ ഒരു മകൾക്ക് വരാൻ പോകുന്ന ദുർവിധിയെക്കുറിച്ചും അവൾക്ക് മനസ്സിലായപ്പോൾ അവൾക്ക് വേണേ ദൂതനോട് പറയാമായിരുന്നു, എൻ്റെ ഗബ്രിയേൽ മാലാഖേ, എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ വന്ന് കേൾക്കുമ്പോൾ എന്തു പറയും? ഇപ്പോൾ ഒരാളോട്, ഇവിടെ വന്ന് ഒരമ്മച്ചിയോട്, ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുകയാണ്, നിങ്ങൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കും, പ്രസവിക്കും, അവന് പേരൊക്കെ ഇടണമെന്ന് പറഞ്ഞാൽ മാലാഖയോട് പറയും, പോയി പണി നോക്കാൻ. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിമാരൊക്കെ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാൻ പോകുന്നേ അല്ലേ? പറയില്ലേ? ഏറ്റെടുക്കുമോ ആരെങ്കിലും? ഇത് ഗബ്രിയേലാണോ, റഫായേലാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന്, ഞാനല്ലെങ്കിൽ സ്വപ്നം കാണുകയാണോ എന്ന് ചിന്തിക്കില്ലേ? ഏറ്റെടുക്കുമോ ആരെങ്കിലും? ഏറ്റെടുക്കുമോ എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. 3-4 പേരാണ് കർത്താവിൻ്റെ അമ്മമാരാകാൻ വേണ്ടിയിട്ട് ആകെ ഇവിടെ ഉള്ളത്. ബാക്കിയുള്ളവർ വന്നിരിക്കുന്നത് വെറുതെ കേട്ടിട്ട് പോകാം. ആരും ഏറ്റെടുക്കുകയില്ല. കാരണം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. സാമൂഹികമായിട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത്, ഈ ചലഞ്ച് ഏറ്റെടുക്കുവാൻ
തയ്യാറാകാത്തത്. അവിടെയാണ് മറിയം വേറിട്ട് നിൽക്കുന്നത്. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരൊറ്റ നിമിഷം കൊണ്ട്, അധിക നേരമൊന്നും എടുത്തില്ല, അധിക സമയമൊന്നും എടുത്തില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ മറിയം പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മറിയത്തിൻ്റെ ആ ഒരൊറ്റ വാക്കാണ് ഇന്ന് ഈ നിമിഷം നാമെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അവിടെ നിന്നോ? അവിടെയും തീർന്നില്ല. അവൾക്കറിയാം ജീവിതം ഇനി ദുരിതങ്ങളുടെ, മുൾക്കിരീടങ്ങളുടെ, കുരിശുകളുടെ ജീവിതമാണെന്ന്. ഏറ്റവും കഷ്ടത നിറഞ്ഞ ഗർഭിണിയായ അവൾക്ക് ജീവിതകാലം മുഴുവൻ, ഗർഭാവസ്ഥ മുഴുവൻ ഓടി ഒളിക്കേണ്ട സമയമായിരുന്നു. കുഞ്ഞിനെ പ്രസവിക്കുവാനോ ഒരിടം പോലും ലഭിച്ചില്ല. ദൈവകുമാരന് പ്രസവിക്കുവാൻ ലഭിച്ചത് കാലിത്തൊഴുത്ത്. കാലിത്തൊഴുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കാലിത്തൊഴുത്ത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഉണ്ട്. നമ്മളുടെ ഇവിടുത്തെ പോലത്തെ അല്ല. ഞാൻ 3 വർഷമായിട്ട് ബെത്ലഹേമിലായിരുന്നു. ജെറുസലേമിലും ബെത്ലഹേമിലുമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബെത്ലഹേമിൽ ഈ കാലിത്തൊഴുത്തിൻ്റെ തൊട്ടരികിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞു ഗുഹ, ഒരു കല്ലിനടിയിലുള്ള ഒരു കുഞ്ഞു ഗുഹയാണ് ഈ പറഞ്ഞ കാലിത്തൊഴുത്ത്. ആട്ടിടയന്മാര് അവരുടെ ആടുമാടുകളെയും കന്നുകാലികളെയും രാത്രിയിൽ ചെന്നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും മറ്റു വന്യജീവികളുടെയും ഇടയിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഒറ്റമുഖം മാത്രമുള്ള ഗുഹകളിലാണ് ഈ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് അതിന് വാതിൽക്കൽ കാവൽ നിൽക്കും. ആ ഗുഹയിലാണ് ലോകത്തിൻ്റെ രക്ഷകന് ജന്മം നൽകുവാൻ ഈ പാവപ്പെട്ട കന്യക കർത്താവിൻ്റെ മുമ്പിൽ, ഇതാ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രക്ഷകന്, രാജാക്കന്മാരുടെ രാജാവിന് ജന്മം നൽകുവാൻ കിട്ടിയ സ്ഥലം. അവിടെയും തീർന്നോ? പ്രസവവേദന തീരും മുമ്പ് തന്നെ മാലാഖ പറയുകയാണ്, ജോസഫേ മേരിയെയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഹെറോദോസ് ഇപ്പോ കുഞ്ഞിനെ വധിക്കാൻ വരും. സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ? നമ്മുടെ ഇവിടെ ആണെങ്കിൽ വേദമൊക്കെ ഇട്ട് കുളിപ്പിച്ച് കുറേ ദിവസം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ആ സ്ത്രീ ഒന്നൊരു വെയിറ്റൊക്കെ എടുക്കാൻ സമയമാകുമ്പോഴാണ് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ദുർഘടം പിടിച്ച പാതയിലൂടെ എവിടേക്കാ? കിലോമീറ്ററുകൾ, ഈജിപ്തിലേക്ക് കിലോമീറ്ററുകളോളം. ഈ തണുപ്പത്ത് ബെത്ലഹേമിലൊന്ന് ചെല്ലണം. ഡിസംബർ ജനുവരി മാസമൊക്കെ മരം കോച്ചുന്ന തണുപ്പാണ്. രാത്രിയിൽ കിടക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. അനുഭവിച്ചതുകൊണ്ട് പറയുക. അപ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ ഇത് പറയാതിരിക്കുക ഭേദം. ഈ തണുപ്പത്ത് ഈ കുഞ്ഞിനെയും കൊണ്ടൊരു കഴുതപ്പുറത്ത് കിലോമീറ്ററുകൾ താണ്ടി ഈജിപ്തിലേക്ക് പോയി. അവിടെ ഒന്ന് നടുവ് നിവർത്താവെന്ന് പറഞ്ഞപ്പോൾ ഇനി അവിടെ മതി, നേരെ നസ്രത്തിലേക്ക് പോന്നോ. അവിടെ നിന്ന് വീണ്ടും അത്രയും കിലോമീറ്റർ. ബെത്ലഹേമിൽ നിന്നാണെങ്കിൽ നസ്രത്തിലേക്ക് 265 കിലോമീറ്റർ കൃത്യമായിട്ട് എനിക്കറിയാം. അവിടേക്കാണ് വീണ്ടും മറിയം ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരുന്ന ഔസേപ്പിതാവുമായിട്ട്. പിന്നെ കുറച്ച് നാൾ അവിടെ കഴിഞ്ഞു. 30-ാമത്തെ വയസ്സിൽ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ഏറ്റവും ദുർഘടം പിടിച്ച സമയം. ഒന്ന് സന്തോഷിച്ചു വരികയായിരുന്നു. ദാണ്ടേ ഏറ്റവും നികൃഷ്ടമായ
കുരിശുമരണമാണ് സ്വന്തം മകന് വിധിച്ചത്. അവൾ അവിടെയും പതറിയില്ല. അവൾക്കറിയാമായിരുന്നു, മറിയത്തിനറിയാമായിരുന്നു, താൻ വിളിക്കപ്പെട്ടത് ആദം ഹൗവ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തെരഞ്ഞെടുത്തവളാണ് മറിയം. എന്നിലൂടെ, എൻ്റെ മകനിലൂടെ പൂർത്തിയാകേണ്ടത്, അത് നിറവേറ്റുവാൻ ഞാൻ കടപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കിയ മറിയം മകൻ പോയ വഴിയിലൂടെ കുരിശു ചുമന്നുകൊണ്ട് പോയപ്പോൾ അവന് താങ്ങായി തണലായി കൂടെ നടന്നു. ആ അമ്മയെയാണ് മരണത്തിന് മുമ്പ് യോഹന്നാനെ വിളിച്ചിട്ടും പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും. ലോകത്തിന് മുഴുവനും നൽകിയ ദൈവമായ ദൈവപിതാവ് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് മറിയം. നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ട, നമുക്കെല്ലാവർക്കും അഭയമാകേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഏതു നിമിഷവും നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയെ വിളിച്ച് മധ്യസ്ഥം യാചിക്കുമ്പോൾ, അമ്മയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നും നമുക്കുത്തരം നൽകും. അമ്മയ്ക്കറിയാം, താൻ എന്ത് കാര്യം ദൈവപിതാവിനോട് ചോദിച്ചാൽ, തൻ്റെ മകനോട് ചോദിച്ചാൽ അത് നടത്തിത്തരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനായിലെ കല്യാണം. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കല്യാണമൊക്കെ നടത്തിയിട്ടുള്ളവരല്ലേ? വീടുകളിൽ കല്യാണം നടന്നിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. കല്യാണം നടത്തുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഏറ്റവും നല്ല ഭക്ഷണം വിവാഹത്തിന് വരുന്നവർക്ക് കൊടുക്കണമെന്നാണ്, അല്ലേ? ആണോ? അല്ലെ ഏറ്റവും മോശം കൊടുക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആരും കുറ്റം പറയരുത്. നല്ല ഭക്ഷണം, നല്ല ബിരിയാണി, നല്ല മട്ടൻ ബിരിയാണി അല്ലെ ചിക്കൻ ബിരിയാണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇസ്രായേലില് കല്യാണ വിരുന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഞ്ഞ്, മുന്തിരി വീഞ്ഞ്. കാരണം മുന്തിരി സുലഭമായിട്ടുള്ള നാടാണ് ഇസ്രായേൽ. അപ്പം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, വിഭവമാണ് മുന്തിരി വീഞ്ഞ്. മുന്തിരി വീഞ്ഞില്ലാത്ത ഒരു വിവാഹവും ഇതുവരെ അവിടെ നടന്നിട്ടില്ല. അപ്പോഴ് വിവാഹ വിരുന്നിന് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു കാര്യവുമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ പട്ടച്ചാറായൊന്നുമല്ല കേട്ടോ മുന്തിരി വീഞ്ഞ്. നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മുന്തിരി വീഞ്ഞെന്ന് പറയുന്നത് ലഹരിയാണ്, മദ്യമാണ്. അതല്ല. നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം അവര് ഭക്ഷണത്തിന് പകരം ഉപയോഗിക്കുന്ന സാധാരണ വീഞ്ഞ്. അതിൽ ഏറ്റവും മുന്തിയ വീഞ്ഞ് കൊടുക്കണം, ഏറ്റവും വില കൂടിയ വീഞ്ഞ് കൊടുക്കണം. വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ചു വെച്ച വീഞ്ഞാണ് ഏറ്റവും വിലയേറിയ വീഞ്ഞ്. അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇസ്രായേലിലെ ജനങ്ങൾ. ഒരു കല്യാണ വിരുന്നിനോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോഴൊരു കല്യാണ വിരുന്നിൽ ഇത് തീർന്നു പോയാൽ, കല്യാണ വീട്ടിൽ ബിരിയാണി തീർന്നു പോയാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തു നാണക്കേടാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൊലിവും മേടിച്ചു, കവറും മേടിച്ചു, ഞങ്ങൾക്ക് ബിരിയാണിയും കിട്ടിയില്ല. ഇത് പറയില്ലേ നമ്മൾ? സാധാരണ ഒരു വിവാഹ വിരുന്നിൽ പോയാൽ നമുക്ക് ബിരിയാണി കിട്ടിയില്ല, പക്ഷെ നമ്മൾ കവറ് കൊടുത്തു. നമ്മൾ അപ്പുറത്ത് എന്നിട്ടും പറയും, എന്തൊരു കല്യാണമാണ് ഇവർ നടത്തിയത്, ഞങ്ങൾക്ക് ബിരിയാണി പോയിട്ട് ചോറ് പോലും കിട്ടിയില്ല, തികഞ്ഞില്ല, ഇവർക്ക് എന്താ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരാണ് നമ്മൾ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇസ്രായേലിലും. അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു പരിശുദ്ധ കന്യകാമറിയവും അവളുടെ മകനും അപ്പോസ്തലന്മാരും. സാധാരണ സ്ത്രീകൾ കലവറയിലേക്ക് ഇതെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. ആദ്യമേ പോകുന്നത് എവിടെയാ? പരിചയക്കാരാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കണം ഇവര്. ആദ്യമേ പോകുന്നത് കലവറയിൽ പോയിട്ട്
അമ്മച്ചിമാരൊക്കെ ഒന്ന് നോക്കും എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. തലേദിവസമാണെങ്കിൽ കുടലുകറി, പോട്ടിക്കറി, ചോറ്, മോര്, തൈര് എല്ലാം ഉണ്ടാണോ അല്ലേ? ഇതൊക്കെ പോയി നോക്കും, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്. പറ്റുവാണെങ്കിൽ ഒരേ പ്ലേറ്റൊക്കെ കഴിച്ചിട്ട് ടേസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് മറിയവും പോയത് കാനായില്, ആ കല്യാണ വീട്ടിലെ കലവറയിലേക്ക്. അവിടെ ചെന്നപ്പോ കുടുംബനാഥനും കുടുംബനാഥയും പരിഭ്രമത്താൽ ഇങ്ങനെ ഓടി നടക്കുക. നോക്കുമ്പോ എന്താ? വീഞ്ഞില്ല. നാട്ടുകാർ കളിയാക്കും, നാട്ടുകാരുടെ മുമ്പിൽ ഇളിഭ്യനാകും എന്ന് മനസ്സിലാക്കിയ മറിയം അവരോടൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. നേരെ പോയി മകൻ്റെ അടുത്ത്. അവർക്കവിടെ വീഞ്ഞില്ല. എന്നാ ചെയ്യാൻ പറ്റുന്ന അതെല്ലാം ചെയ്തു കൊടുത്തോ? പറയാതെ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. മകൻ പറയുന്നുണ്ട്, എനിക്കും നിനക്കും എന്തോ, അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എന്താ, നമുക്കെന്താ പ്രശ്നം? അവിടെ ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. മകൻ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അവർക്ക് വരുന്ന അപമാനം അതെനിക്കും നിനക്കും വരുന്ന അപമാനമാണ്. കാരണം ദൈവപുത്രൻ ഇന്നിവിടെ സന്നിഹിതനാണ്. ദൈവത്തിന്റെ അമ്മ ഇന്നിവിടെ സന്നിഹിതയാണ്. ആ അപമാനം, അവർക്ക് വരുന്ന അപമാനം അത് എനിക്കും നിനക്കും വരുന്ന അപമാനം തന്നെയാണെന്ന് ഈ അമ്മ പറയാതെ തന്നെ മകനോട് പറയുന്നു. നമ്മുടെ ഏതൊരാവശ്യങ്ങൾക്കും അമ്മ എപ്പോഴും സമീപസ്ഥയാണ്. ഒരിക്കലും നാം പറയുന്ന ഒരു കാര്യവും അമ്മ തിരസ്കരിക്കുകയില്ല. പക്ഷേ ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് തിരിച്ചു വരാം. ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന എത്ര പേരിവിടെയുണ്ട്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എത്ര പേര്? ജപമാല കയ്യിലെടുത്തിട്ടുണ്ടോ? അവിടെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എന്നും ഉണ്ടായിരിക്കും. പരിശുദ്ധമ്മ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എത്രമാത്രം ആത്മാർത്ഥത ആ പ്രാർത്ഥനയിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ കണ്ട് പഠിക്കേണ്ട മക്കൾ ഇന്ന് എന്താണ് പഠിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? പ്രാർത്ഥിക്കേണ്ട സമയം മകനെ നീ പ്രാർത്ഥിക്കേണ്ട, നീ അവിടെ ഇരുന്ന് പഠിച്ചോ. പല കുടുംബങ്ങളിലും കാണുന്നതാണിത് ഞാൻ. നീ അവിടെ ഇരുന്ന് പഠിച്ചോ, IAS പഠിച്ചോ, IPS പഠിച്ചോ, മറ്റെന്ത് എഞ്ചിനീയറിങ്ങിന് പഠിച്ചോ, ഡോക്ടറിന് പഠിച്ചോ, നീ പ്രാർത്ഥന ചൊല്ലണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പക്ഷേ ആ മക്കൾക്ക് എങ്ങനെ ദൈവാനുഗ്രഹം ലഭിക്കും? പരിശുദ്ധമ്മയോടൊപ്പമായിരുന്ന് ദൈവകുമാരനെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ ഈ മക്കൾ എങ്ങനെ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരും? അമ്മ കാനായിലെ കല്യാണത്തിന് തിരുക്കുമാരൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല, അവരെ സഹായിക്കണം. ആ കുടുംബം മുഴുവനും നന്ദിയോടെ അപമാനഭാരത്താൽ തളർന്നു പോകേണ്ടിയിരുന്ന അവർ തമ്പുരാന്റെ മുമ്പിൽ അത്ഭുത പരവശരായി നിൽക്കുകയാണ്. ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ വലിയൊരു അത്ഭുതം നടന്നു. ഈശോ വേറൊന്നും ചെയ്തില്ല, നേരെ കലവറയിലേക്ക് പോയിട്ട് അവരോട് പറഞ്ഞു, കൽഭരണികളിൽ മുഴുവനും വെള്ളം നിറക്കുവിൻ. അവർ വക്കോളം നിറച്ചു. കലവറക്കാരനോട് പറഞ്ഞു, ഇനി രുചിച്ചു നോക്കുവിൻ. ഇത് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, സാധാരണ മേൽത്തരം വീഞ്ഞാണ് ആദ്യം വിളമ്പുന്നത്, ആദ്യം നീ മോശം വിളമ്പി, ഇപ്പോഴാണ് നല്ലത് മുന്തിയ ഇനം വരുന്നതെന്ന്. കർത്താവ് കൊടുത്ത വീഞ്ഞ് നല്ല ദൈവീക അനുഭവമുള്ള വീര്യമുള്ള വീഞ്ഞ് തന്നെയായിരുന്നു. ഈ അനുഭവമാണ് നമ്മുടെ കുടുംബങ്ങളിൽ വരേണ്ടത്. പ്രാർത്ഥനയിലൂടെ ഇന്ന്
നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. എത്ര യുവതി യുവാക്കന്മാര്, കുഞ്ഞുമക്കള് ദൈവത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഞായറാഴ്ചയിൽ കുർബാനയ്ക്ക് പോകുവാനായിട്ട്, ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം പറയുകയാണ്. കൂടുതലൊന്നും പറയണ്ട, ബൈബിളിനെ കുറിച്ചൊന്നും, തിയോളജി ഒന്നും ഇവിടെ പറയണ്ട. സാധാരണക്കാരുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്, അനുഭവങ്ങൾ. എൻ്റെ പട്ടം കഴിഞ്ഞ് ആദ്യത്തെ എൻ്റെ നിയമനമെന്ന് പറയുന്നത്, പട്ടം കഴിഞ്ഞ് അന്ന് തന്നെ എൻ്റെ പ്രൊവിൻഷ്യാളച്ചൻ എന്നോട് പറഞ്ഞു, യേശുദാസ് അച്ഛനെ, ആസാമിലെ ഏറ്റവും പ്രശ്നബാധിതയുള്ള പ്രദേശമാണ്, സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും അതുപോലെ അവിടുത്തെ വികാരിയായിട്ടും പള്ളിയിലെ വികാരിയായിട്ടും നിയമിക്കുന്നു, ഏറ്റെടുക്കാമോ? പലരോടും ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. കാരണം അവർക്കറിയാം അത് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തല പോയാലും പ്രശ്നമില്ല, കർത്താവിന് വേണ്ടിയിട്ടല്ലേ, ദൈവം പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും. എൻ്റെ അമ്മ എന്നും പറയാറുണ്ട്, ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട മകനെ, നീ എന്നും കൊന്തയൊല്ലി പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോടുകൂടി ആയിരിക്കണം, അമ്മ നിന്നെ കൈവെടിയില്ല എന്നും എൻ്റെ അമ്മ പറഞ്ഞിരുന്ന കാര്യമാണ്. എൻ്റെ അപ്പനും അമ്മയും പറയുന്ന കാര്യമാണ്, പരിശുദ്ധ അമ്മ ഒരിക്കലും നിന്നെ കൈവെടിയില്ല, അവളോടുകൂടി ആണെങ്കിൽ നിനക്ക് വേണ്ടി എന്നും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരിക്കും. കറക്റ്റ് 1 വർഷമായി ഈസ്റ്ററിൻ്റെ ദിനം ഈ പള്ളിയിലെ ഈസ്റ്റർ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒരു 3 മണിയായി 4 മണിയായി. പതുക്കെ മൊബൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, കത്ത്, ജനറാൾ അച്ഛൻ്റെ. 15 ദിവസത്തിനുള്ളിൽ അച്ഛൻ ബാംഗ്ലൂരിലേക്ക് വന്ന് വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകണം. വിയറ്റ്നാമോ കർത്താവേ, ഇതേതാ സ്ഥലം? ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആകെ കേട്ടിട്ടുള്ളത് ഒരു സിനിമാ പേരാ, വിയറ്റ്നാം കോളനി. ഇവിടുത്തെ പ്രൊവിൻഷ്യാൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. വിയറ്റ്നാം എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള സ്ഥലമാണ്, മതസ്വാതന്ത്ര്യമില്ല, ചൈനയെ പോലെയാണ്, വലിയ പ്രശ്നമുള്ള സ്ഥലമൊക്കെയാണ്. ഓ, ഇപ്പം കൂനുമേ കുരുവായി. ഇനി എന്തു ചെയ്യും? ജനറാൾ അതിൻ്റെ അകത്ത് വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ നോ പറയാൻ പാടില്ല, പോണം. അപ്പം എനിക്ക് തോന്നി, കർത്താവേ, ജനറാൾ എന്നെ കുരിശേത്തറച്ച് കൊല്ലാൻ തന്നെയാണ് പ്ലാൻ. കാരണം അവിടെ ചെന്ന ഏതായാലും പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തൊക്കെയായിരുന്നാലും ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, യേശുദാസേ, ധൈര്യമായിട്ട് പോയിക്കോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കാരണം പ്രശ്നബാധിത വേണമെന്നൊന്നും പറഞ്ഞില്ല. ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചാൽ മകനെ കാണാൻ പറ്റിയല്ലോ. എന്നാലും അമ്മ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, മാതാവ് കൂടെ ഉണ്ടാകും. അങ്ങനെ 15 ദിവസം കൊണ്ട് 1 മാസത്തെ വിസയും എടുത്ത് ഈ പറഞ്ഞ തായ്ലൻഡിനടുത്തുള്ളൊരു രാജ്യമാണ് വിയറ്റ്നാം, ഒരു ചെറിയ രാജ്യം. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ലോഹ ഇടാൻ പാടില്ല, അച്ഛനാണെന്ന് പറയാൻ പാടില്ല, വളരെ രഹസ്യമായിട്ടായിരിക്കണം അവിടെ ജീവിക്കേണ്ടത്. പണിപാളി. പക്ഷേ പരിശുദ്ധ അമ്മ കൂടെയുണ്ടായിരുന്നു. 5 വർഷം ദൈവം വളരെ നല്ല രീതിയിൽ, ഞാൻ ഏറ്റവും സന്തോഷിച്ച, ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ കിട്ടിയ, ദൈവം കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ എന്നോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വലിയ അനുഭവമായിരുന്നു ഈ 5 വർഷക്കാലം വിയറ്റ്നാം
എന്ന രാജ്യത്ത് ചെയ്ത മിഷൻ പ്രവർത്തനം. ഒരു ദിവസം രാത്രിയിൽ 12 മണി കഴിഞ്ഞപ്പോൾ 10-12 പോലീസുകാർ വീട് വളഞ്ഞിരിക്കുക. കോളിംഗ് ബെല്ലടിച്ചു. സെമിനാരിയിലെ റെക്ടറായിട്ടാണ് ജീവിക്കുന്നത്. സെമിനാരിയിലെ അച്ഛനാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെന്നാണ് പറയുന്നത്. പുറത്ത് ലോഹ ഇടാൻ പാടില്ല, കുർബാന രഹസ്യമായിട്ടായിരിക്കണം. പിള്ളേർ പോയി നോക്കിയപ്പോൾ കാണുന്നത് പോലീസുകാരെയാണ്. അച്ഛനെ കണ്ടാൽ പൊക്കിക്കൊണ്ട് പോകും, പിന്നെ പ്രശ്നമാകും. അപ്പം അവർ പറഞ്ഞു, അച്ഛൻ്റെ മുറിയിലെ ഫാനും AC-യും മൊബൈലും ലൈറ്റും എന്ന് വേണ്ട ശബ്ദമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ വന്നാൽ പോലും ചുമക്കരുത്, അനങ്ങാതെ കിടന്നോളണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അകത്തുനിന്ന് പൂട്ടണം, ഫ്രണ്ടിൽ കിടക്കുന്ന കാർപ്പറ്റ് പോലും ചവിട്ടി പോലും അകത്തേക്കിട്ടോളണം. വാതിലിൽ ആര് വന്ന് മുട്ടിയാലും അനങ്ങരുത്. ഞാൻ എൻ്റെ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏതാണ്ടൊരു 3-4 മണിക്കൂറോളം ഈ പോലീസുകാർ മുഴുവൻ ഈ വീട് അരിച്ച് പറക്കാൻ തുടങ്ങി. ഈ മുറി വന്നപ്പോൾ തുറക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ ആരും ഇല്ല, അത് പൂട്ടി താക്കോലുമായിട്ട് ആരോ പോയിരിക്കുകയെന്ന് പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ടല്ലോ, അതാരുടെയാ? അത് ഞങ്ങളുടെ ടീച്ചറിൻ്റെയാ. ടീച്ചർ എവിടെയാ? ടീച്ചർ പുറത്തു പോയിരിക്കുക, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇരുന്ന് കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുക, മാതാവേ കാത്തോളണേ, പിടിച്ചാൽ പോയി, പിന്നെ വീട്ടുകാരെ പോലും അമ്മേനെ അപ്പനെയും കാണാൻ പറ്റിയല്ല, രക്ഷിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവർ 4-4.5 മണിക്കൂറോളം ഇതിൻ്റെ അകത്തിരുന്ന് വിയർത്ത് കാരണം കാറ്റ് പോലും കയറാത്തൊരു കുടുസുമുറിയാണ്. 4-4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ പോയി. അത് കഴിഞ്ഞപ്പോൾ പിള്ളേർ വന്നിട്ടും പറഞ്ഞു, അച്ഛാ ഇനി വാതിൽ തുറന്നോ, ഞങ്ങളാ. സാധാരണ അവരെങ്ങനെയെങ്കിലും അത് കുത്തി തുറക്കുന്നതാ. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൊണ്ട് ഈ വാതിൽ അവർ തുറന്നില്ല. തുറന്നു നോക്കിയപ്പോൾ അടച്ചിട്ടിരിക്കുക. അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ ആളില്ല. അവർ പറഞ്ഞിട്ടും പോയി. വരുമ്പോൾ ഇയാളോട് പാസ്പോർട്ടും പേപ്പറുകളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന്. പോലീസ് സ്റ്റേഷനിൽ ചെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ പുറം രാജ്യം കാണുകയില്ല. ഈ സമയം കൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട. അവിടുത്തെ തന്നെയുള്ളൊരു കത്തോലിക്കനാണ്. അയാളൊരു ലോയറാണ്, വക്കീലാണ്. അയാൾ പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട. ഈ വീടിൻ്റെ ഉടമസ്ഥ വിളിച്ച് അമേരിക്കയിൽ നിന്ന് വിളിച്ച് ഇയാളെ വിളിച്ച് പറയുക, അവിടെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് എന്നെ അറിയത്തുപോലുമില്ല. ഞാൻ ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ പോലും അറിയത്തില്ല. അയാൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛൻ പേടിക്കണ്ട, പോലീസിന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവദൂതൻ. ഇനി അച്ഛനെ ശല്യപ്പെടുത്താൻ പോലീസ് ആ വീട്ടിൽ വരികയില്ല, ധൈര്യമായിട്ടിരുന്നോ. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവദൂതൻ. പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുകയില്ല. ഒരാള് അയാളുടെ കയ്യിലിരിക്കുന്ന, അയാൾ ജോലിയെടുത്ത് ഉണ്ടാക്കിയ പൈസ മുഴുവനും ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തിട്ട് പറയുകയാണ്, ഇനി ആ വീട്ടിൽ പോയി അവിടെയുള്ള ടീച്ചറിനെ, വൈദികനാണെന്ന് പറഞ്ഞില്ല, ടീച്ചറിനെ ശല്യപ്പെടുത്തരുത്. ഇതുവരെ എനിക്ക് ആ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. പരിശുദ്ധമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി തിരുക്കുമാരന്റെ മുമ്പിൽ മധ്യസ്ഥം അപേക്ഷിച്ച് ദൈവപിതാവിനോട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അവര് 3 പേരും ഈ മറിയത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ കടപ്പെട്ടിരിക്കുന്നത്? വെറുതെ ആണോ? അവര് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ അറിയില്ലേ? ദൈവപിതാവ് ഗബ്രിയേലിനെ വിട്ടിട്ടും ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ?
ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. കടപ്പെട്ട് കിടക്കുക. അപ്പൊ മാതാവ് ചോദിക്കുമ്പോ, മറിയം ചോദിക്കുമ്പോ ഇവര് കൊടുക്കണ്ടേ? എപ്പ ചോദിച്ചാലും മറിയം ചോദിക്കുമ്പോ, നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോ, മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ ദൈവസന്നിധിയിലേക്ക് എത്തിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോ ഇത് നേരെ അങ്ങ് കൊടുക്കുകയാണ് മാതാവ്. വെറുതെ അല്ല അവളെ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി, അമ്മയായി നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഇരിക്കുന്ന മറിയം. നസ്രത്തിലെ മറിയം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം, സമ്മാനം. ദൈവപിതാവ് ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനം, അതാണ് മറിയം. ഈ മറിയത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാകില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നാം കാണുന്നത് എന്താണ്? മക്കൾ എന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ടോ? കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, മക്കള് എന്തുകൊണ്ടായിരിക്കുന്നേ? മൊബൈൽ ഫോണും കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുകയില്ല. ഞാനിപ്പോൾ വെള്ളാപ്പള്ളിയിലായതുകൊണ്ട് എനിക്കറിയാം, ആലപ്പുഴ കടപ്പുറത്ത് ചെന്നാൽ വൈകുന്നേരം 4 മണി വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണേലും യുവാക്കളാണേലും യുവതികളാണേലും കടൽ തീരത്തുണ്ടാകും മൊബൈൽ ഫോണുമായിട്ട്. മൊബൈൽ ഫോൺ മാത്രമാണോ? കുറേ പേരൊക്കെ പുക വലിച്ചുകൊണ്ടും കഞ്ചാവ് കഴിച്ചുകൊണ്ടും മയക്കമരുന്നും, യുവാക്കന്മാർ പള്ളിയിൽ പോലും പോകാതെ, ദൈവഭക്തിയില്ലാതെ, ഭയമില്ലാതെ തമ്പുരാൻ്റെ മുമ്പിൽ പള്ളിയിൽ വന്നാലോ ഏറ്റവും മോശമായ രീതിയിൽ. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുണ്ടോ ഇങ്ങനെയൊക്കെ? ആരെങ്കിലേക്ക് ഉണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ ഈ പ്രശ്നമുണ്ടെങ്കിൽ ആ പാദാന്തികത്തിൽ കൊണ്ടുവെക്കണം, അവരെ സമർപ്പിക്കണം. അമ്മയുടെ സംരക്ഷണത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പലപ്പോഴും നാം മറന്നു പോകുന്ന ഒന്നാണ്. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ മാതാവേ കർത്താവേ, മാതാവേ കർത്താവേ എന്നും പറഞ്ഞ് നമ്മൾ ഓടും. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നാം പലപ്പോഴും വിട്ടുപോകുന്നു. ജപമാലയുടെ ശക്തി അത്ര വലുതാണ്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ജപമാല? എന്താണ് ജപമാല? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, അച്ഛൻ്റെ കയ്യിലും ഉണ്ട്, അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന. എന്താണ് ജപമാല? ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, എന്താണ് ജപമാല? വാഗ്ദാന പേടകം. വേറെന്തെങ്കിലും? എന്താണ് ജപമാല? സാത്താനെതിരെയുള്ള ആയുധം. ഇനി
എന്തെങ്കിലും ബന്ധിതർക്കുള്ള മോചനം ജപമാല എന്ന് പറയുന്നത്. ഞാൻ പറയും, മിനി പോക്കറ്റ് ബൈബിൾ. ജപമാല മിനി പോക്കറ്റ് ബൈബിൾ. എന്താ അതിലുള്ളത്? ജപമാല എന്താ ഉള്ളത്? ദൈവകുമാരനെ കുറിച്ചുള്ള പ്രവചനം, ആദ്യം മുതലുള്ള പ്രവചനം, കർത്താവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളുടെ ധ്യാനം. അതല്ലേ ഈ ബൈബിളിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നേ. രാജാക്കന്മാരും പ്രവാചകന്മാരും ആദവും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞ എന്താ? ഒരു രക്ഷകൻ ജനിക്കും, കന്യകയിൽ നിന്നൊരു രക്ഷകൻ ജനിക്കും, അവൻ കുരിശിൽ തൂങ്ങി മരിക്കും, അതുവഴി അവൻ്റെ രക്തം വഴി നാം എല്ലാം രക്ഷ പ്രാപിക്കും. അതല്ലേ ഇതിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇതല്ലേ നമ്മൾ കൊണ്ടു നടക്കുന്നേ. ഈ പറഞ്ഞ എല്ലാം അതിനുള്ള ഉത്തരങ്ങളാണ്. സാത്താനെതിരെയുള്ള ആയുധം വചനമാണത്. ധ്യാനിക്കണം. ഓരോ രഹസ്യവും ധ്യാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് രഹസ്യമെന്നാ പറയുന്നത് അല്ലേ? നമുക്കറിയാൻ പറ്റാത്തതിനേക്കാളും നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളാണിതിൽ. ദൈവകുമാരനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. ഓരോ രഹസ്യവും ധ്യാനിക്കുമ്പോൾ, ഓരോ മണിയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടി ആയിരുന്നു കൊണ്ട് ലോകത്തിന് മുഴുവന് വേണ്ടി ഈ വചനം ധ്യാനിക്കുകയാണ് നമ്മൾ. ഈ വചനം കയ്യിലുള്ളപ്പോൾ, ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ വഴിതെറ്റി പോകുമോ? പോകേലാന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ സംശയമാണ്. ജപമാല ചൊല്ലിയാൽ എന്തുറപ്പാണുള്ളത്? ഉറപ്പാണ്. ഒരു കുടുംബവും നശിച്ചു പോകുകയല്ല. പണ്ടൊക്കെ കാരണവന്മാര് മക്കളെ മുട്ടിന്മേൽ നിർത്തി ഇരിക്കാൻ പോലും സമ്മതിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പാടില്ല. അങ്ങനെയായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇന്നെങ്ങനെയാ? ഇന്ന് അമ്മച്ചിമാരിക്കൊക്കെ പോലും മുട്ട നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ വീടിനകത്ത് കയറി അരകല്ലും ഒരലും ഇതൊക്കെ മാറിയപ്പോൾ മുട്ട നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലേ? ശരിയല്ലേ? എല്ലാ മെഷീനും അകത്ത് കയറി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് മുഴുവനും മാറിയപ്പോൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. നേരത്തെ ഞാൻ വീട്ടിൽ അമ്മച്ചിയെ എപ്പോഴും ഞങ്ങൾ കളിയാക്കും. തമാശയ്ക്കാണ്. ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ മക്കൾ അപ്പനും എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അമ്മയുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് 14 സെൻറ്റ് സ്ഥലമുണ്ട്, അത് മുഴുവനും മുറ്റമടിക്കുക എന്നുള്ളതാണ്. മുറ്റം വൃത്തിയായിട്ട് കിടക്കണം ആദ്യം. അത് കഴിഞ്ഞാണ് എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഈ മുറ്റം ഒടിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ പറയും, അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഈ മുറ്റമടിക്കുന്ന ചൂല്. കാരണം ഒരു ദിവസം പോലും മുറ്റമടിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും അമ്മക്ക് പറ്റിയല്ല. ഞാൻ പറഞ്ഞു, അമ്മേനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതൊരെണ്ണമായിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോഴും വേണ്ടി വരും, അവിടെയും വൃത്തിയാക്കണ്ടേ, അവിടെയും വേണ്ടി വരും. ഇത് ഞാനിതൊരെണ്ണം തന്നുവിടും, കൊണ്ടുപോയിക്കോളണം. തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും ഈ രീതിയൊക്കെ മാറി നമ്മൾ മെഷീനൊക്കെ ഇപ്പോഴും അമ്മ കല്ലേലലക്കി എല്ലാ ആഴ്ചയിലും കൊണ്ടേ കൊടുക്കണം. എല്ലാ ആഴ്ചയും എറണാകുളത്തേക്ക് കണ്ടക്കടവ് വരെ പോകണം. ലോഹ കൈകൊണ്ട് കല്ലേലലക്കിയില്ലെങ്കിൽ അമ്മക്ക് സമാധാനം വരികയില്ല. ഇവിടെ അലക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. വേണ്ട, ഇവിടെ അലക്കണ്ട, വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാൻ അലക്കിക്കോളാം, എനിക്ക് പണിയില്ലാതിരിക്കുക. ഇപ്പോഴും സമ്മതിക്കുകയില്ല. എല്ലാ ആഴ്ചയിലും കൊണ്ടേ കൊടുക്കണം. എനിക്ക് നഷ്ടമാണ്. 500 രൂപ വേണം പെട്രോൾ അടിച്ച് അവിടം വരെ പോകാനായിട്ട്.
എന്നാലും സാരമില്ല, മെനയിട്ട് കിട്ടും. വെള്ള കളറാണ്, ഇപ്പോഴും കണ്ടില്ല, നല്ല തൂവെള്ള കളറാണ്. എല്ലാവരും ചോദിക്കും നല്ല വെളുത്ത കളറാണല്ലോ ലോഹിക്ക്. കാരണം എന്താ, കല്ലിലടച്ച് എല്ലാ ആഴ്ചയിലും 2-3 ബട്ടൺ പൊട്ടിയിട്ടും ഉണ്ടാവും. ഞാനെല്ലാം ഓരോന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. സമ്മതിക്കുകയല്ല, അവിടെ കൊണ്ടുവന്ന് തന്നെ തരണം. കല്ലിലടിച്ച് അലക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയപ്പോൾ മുട്ടേ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്നും അമ്മ മുട്ടയിൽ നിന്ന് കൊന്ത ചൊല്ലും. എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോഴും എക്സസൈസ് ചെയ്ത് നല്ല 10-70 വയസ്സായി, ഒരു കുഴപ്പമില്ല, അത് ഓട്ടിച്ചാട്ടി നടക്കുകയാണ്. അപ്പോഴും പറയും, മകനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലണം. വീട്ടിൽ ചെന്നാൽ പറയും കൊന്ത ചൊല്ലണം, പ്രാർത്ഥനയുടെ സമയമായി, വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കോ, പ്രാർത്ഥന ചൊല്ലണം. പ്രാർത്ഥന ചൊല്ലുന്ന ഒരു കുടുംബവും നശിച്ചു പോയല്ലേ. അമ്മ വിളിക്കുന്നുണ്ട്, എനിക്കറിയാം, ഈ സമയത്ത് വിളിക്കാൻ തുടങ്ങി. 100 ആയുസ പോകല ഇപ്പോഴെങ്ങും. എന്നും വിളിക്കും ഈ സമയമാകുമ്പോൾ. ഭക്ഷണം കഴിച്ചോ, എന്തെടുക്കുകയാണ്, വല്ല പരിപാടിയുണ്ടോ, എന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, അലക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു വിളിക്കും. എന്താ കാര്യം? അമ്മക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിയായുള്ളത് അമ്മയാണ്. അമ്മ എന്നും പറയും, അമ്മയെ ഒരിക്കലും കൈവിടരുത്. തമ്പുരാന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ മാത്രമേയുള്ളൂ. അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും ഒരിക്കലും അനാഥമായിട്ട് ആ അമ്മ വിടുകയില്ല. മുട്ടുമ്മ നിൽക്കാൻ പോലും പല കുടുംബങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ യുവതീവാക്കന്മാരെ ചോദിക്കുമ്പോൾ അവർ പുറത്തു പോയച്ചാ, നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിയോ? ഞങ്ങൾ ഏതാണ്ടൊക്കെ ചൊല്ലി. അവർ ചൊല്ലിയോ? അവരിനി എപ്പോൾ വരുമോന്ന് അറിയത്തില്ല. നമ്മൾ അത് ചോദിക്കാൻ പോലും മുതിരുകയില്ല. എത്ര മണിക്ക് വരുന്നു എന്ന് പോലും ചോദിക്കുന്നില്ല. പലരോടും ചോദിക്കുമ്പോൾ പറയുകയാണേ, അച്ഛാ അവരോടൊന്നും ചോദിക്കാൻ പാടില്ല, ചോദിച്ചു കഴിഞ്ഞാലേ അവർ പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ട്രാക്കിൽ പോയി തല വെക്കും, വിഷം കഴിക്കും, തൂങ്ങിച്ചാകും എന്നൊക്കെയാണ് പറയുന്നേ. പ്രാർത്ഥനയില്ലാത്തതിൻ്റെ കുറവ്. ഞാൻ വെള്ളാപ്പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഒരു 6 മാസത്തിനുള്ളിൽ 15, 16, 17, 18 വയസ്സൊക്കെയുള്ള ഒരു 5-6 പിള്ളേരാണ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് പേടിയാന്ന് പറയാൻ പേടിയാ പിള്ളേരോട്. കാരണം എന്താണെന്നറിയാമോ അച്ഛാ? ഒരെണ്ണേ ഉള്ളൂ, എന്തു ചെയ്യും? 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 1 പോയി, ഇനി 1 ഉള്ളൂ, എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, പോണെങ്കിൽ പോട്ടെ. അങ്ങനെ പേടിപ്പിക്കുന്നതാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇതിനേക്ക്, അല്ലേ? ആണോ? പല അപ്പന്മാർക്കും അമ്മമാർക്കും അത് പറയാൻ പറ്റുകയില്ല. എന്താണെന്നറിയാമോ? അവരുടെ സ്നേഹമാണ്. പക്ഷേ നമ്മൾ വളർത്തേണ്ട രീതിയിൽ വളർത്താതെ വന്നപ്പോൾ, ദൈവവിശ്വാസത്തില് കാറ്റക്കിസത്തിന് വിടേണ്ട സമയത്ത് വിടാതെ വന്നപ്പോൾ അവർ വഴിതെറ്റിപ്പോയി. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട സമയത്ത് അവർ മൊബൈലിനെ കുറിച്ച് പഠിപ്പിച്ചു. പണ്ടൊക്കെ മക്കൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പാപ്പം തിന്നു മോനെ, പാപ്പം തിന്നില്ലേ ഈശോപ്പം വരും, അല്ലേ? പാപ്പം തിന്ന് ഇല്ലേ ഈശോപ്പം ഒന്ന് വഴക്ക് പറയും. അപ്പം കൊച്ചി പേടിച്ചിട്ട്, ഞാനൊക്കെ ഇഷ്ടം പോലെ ഈ ഇതൊക്കെ കഴിച്ചതാ. അമ്മ പറയുക ഈശോപ്പം വരും, വഴക്ക് പറയും, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് തല്ലും എന്നൊക്കെ പറയും. ഇപ്പം എങ്ങനെയാ? കൊച്ചി പാപ്പം തിന്നില്ലെങ്കിൽ മോനെ മൊബൈൽ പിടിച്ചോ, കാർട്ടൂൺ കണ്ടോ, പാപ്പം തിന്നെ. പിന്നെ കൊച്ചെങ്ങനെ പ്രാർത്ഥിക്കുന്നേ? കൊച്ചി ഈശോപ്പിനെ എങ്ങനെയാ പേടിക്കുന്നേ? കൊച്ചിന് ഈശോപ്പിനോട് എങ്ങനെയാ ഭക്തി ഉണ്ടാകുന്നേ? ഇതൊന്നുമില്ലാതെ വരുമ്പോ കൊച്ചിൻ്റെ വഴിക്ക് പോകും. കൊച്ചിന് ദൈവസ്നേഹം കൊടുക്കേണ്ട സമയത്ത് ദൈവസ്നേഹം കൊടുക്കാതെ വന്നപ്പോ കൊച്ചെവിടെ പോയി? കണ്ടവന്റെ സ്നേഹത്തിന്റെ പുറകെ പോയി. കിട്ടുന്ന സ്നേഹത്തിന്റെ പുറകെയൊക്കെ പോകുമ്പോൾ നമ്മൊന്ന് അറിയണം, ദൈവസ്നേഹം കൊടുക്കാതെ വളർത്തുന്ന മക്കൾ എപ്പോഴും അന്യമായ തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും തെറ്റായ
ജീവിത ശൈലികളിലേക്കും പോയിക്കൊണ്ടിരിക്കും. ഈ അമ്മ നമ്മോട് പറയാതെ പറയുകയാണ്, മക്കളെ, ഈശോയിലേക്ക് പാപത്തെ വെറുത്ത് ഈശോയിലേക്ക് പിന്തിരിഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒത്തിരി നാളായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ അമ്മ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. വീടിന് തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ എന്നും പോയി പ്രാർത്ഥിക്കും. എനിക്ക് ആകെ അറിയാവുന്നൊരു സ്ഥലമാണ് ലൂർദ്. ഫ്രാൻസിൽ ലൂർദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടു ബെർണഡിറ്റായിക്ക്. അവിടെ വലിയ രോഗശാന്തി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോകണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. മത്സ്യത്തൊഴിലാളിയായ അപ്പന് അതിനുള്ള ഒരു നിവൃത്തിയുമില്ല. എങ്ങനെ പോകും? അമ്മയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞായിരുന്നു, അമ്മേ, എനിക്കമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊന്ന് പോകണം, വരണം, കാണണം. അമ്മ ചെയ്തെന്താണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ ദൈവവിളി വളർത്തി. ഫ്രാൻസിലെ ഈ ലൂർദിനടുത്ത് സ്ഥാപിതമായ ഈശോയുടെ തിരുഹൃദയ സഭയിലേക്ക് എന്നെ നിയോഗിച്ച് അവിടെ വൈദികനാകുന്നതിന് മുമ്പ് ലൂർദിൽ പോയി 6 പ്രാവശ്യം ലൂർദിൽ പോയി അമ്മ കൊണ്ടുപോയി. ലൂർദിലെ അത്ഭുത നീരുറവയിൽ മുങ്ങി കുളിക്കാൻ സാധിച്ചു 6 തവണ. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈശോ ജനിച്ച ബെത്ലഹേമിൽ പോണം, കല്ലറ കാണണം. വിയറ്റ്നാമിലെ മിഷൻ കഴിഞ്ഞപ്പോൾ ജനറാൾ വിളിച്ചിട്ടും പറഞ്ഞു, അച്ഛൻ ഇനി വിശുദ്ധ നാട്ടിൽ പോയി മിഷൻ ചെയ്യണം. ദേ ബെത്ലഹേമിൽ തന്നെ 3 കൊല്ലം നസ്രത്തിലും ജെറുസലേമിലും ബെത്ലഹേമിലും എന്നു വേണ്ട വിശുദ്ധ നാട്ടിലെ സകല സ്ഥലങ്ങളിലും മിഷൻ ചെയ്യുവാനായിട്ട്, പോകുവാനായിട്ട്, തൊടുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. എന്തിനേറെ പറയണം, ഈശോയെ അടക്കിയ കല്ലറയിൽ ഈശോ കിടന്ന കല്ലിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം പോലും ദൈവം എനിക്ക് തന്നനുഗ്രഹിച്ചു. അത് തുറന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദികളായിരുന്ന എൻ്റെ സുപ്പീരിയർ അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കല്ലറ തുറന്ന് അതിൻ്റെ റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നടന്നു പോകുന്ന കുഞ്ഞു കഷ്ണങ്ങൾ അവരെടുത്തിരുന്നു. അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം എനിക്കും കിട്ടി. അതിൽ നിന്ന് ഞാൻ ഒടിച്ച് നമ്മുടെ മെത്രാനിയും കൊടുത്തു. പിതാവേ, ഇത് അവിടെ നിന്ന് കിട്ടിയ മെത്രാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. ജെയിംസ് പിതാവ്, വലിയ അനുഗ്രഹം. അമ്മ നൽകുന്ന, അമ്മയോട് പറയുന്ന ഓരോ കാര്യവും നമ്മിൽ നിന്ന് ഒരിക്കലും അമ്മ അതെടുത്ത് കളയില്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് കൂടി ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കണം. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ സകല അപ്പോസ്തലന്മാരും ഈശോയെ വിട്ടുപോയി. ഒരാൾ പോലുമില്ലായിരുന്നു അവിടെ. അമ്മ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി. അമ്മയാണ് വിളിച്ചു കൂട്ടിയത്. തനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ ഇവർക്കും കൊടുത്തു കഴിയുമ്പോൾ ഇവർ സ്ഥിരതയുള്ളവരായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ആ അമ്മയാണ് എല്ലാവരെയും സഹിയോൻ മാളികയിൽ വീണ്ടും വിളിച്ചു ചേർത്തത്. നിങ്ങൾ പിരിഞ്ഞു പോകുവാനുള്ളവരല്ല. എൻ്റെ മകൻ വിളിച്ചത് ഒരു ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യം തുടർന്നു പോകുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചിരുത്തി 4 പാടായി ചിതറിപ്പോയവരെ ഒന്നിച്ചിരുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ചു അവരെ. പിന്നീട് നമുക്കറിയാം ചരിത്രം. എല്ലാ അപ്പോസ്തലന്മാരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി, ചൈതന്യവുമായി, ഈശോയുമായി അവർ പോയി. പ്രിയമുള്ളവരെ, നമ്മെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതിനാണ്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നു. നമുക്ക്
ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം ആത്മാവിനാൽ നിറയുവാനായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. ഓരോ നിമിഷവും നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടെ കാണുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇവിടെ ആയിരിക്കുവാൻ സാധിച്ചത്, നമ്മളൊന്ന് ശ്വസിക്കുന്നത്, നമുക്ക് നല്ല വസ്ത്രം ലഭിച്ചിരിക്കുന്നത്, ഭക്ഷണം ലഭിച്ചിരിക്കുന്നത്, പാർപ്പിടം ലഭിച്ചിരിക്കുന്നത്, എന്തിനേറെ നല്ല ആരോഗ്യം തന്നെ ദൈവം തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകും. ഈ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്കുള്ള എല്ലാ കടബാധ്യതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, വിവാഹ തടസ്സം, ഭവന നിർമ്മാണ തടസ്സം, ജോലി തടസ്സം, മറ്റ് നമ്മുടെ സ്ഥലങ്ങളെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. സ്വതന്ത്രമായിട്ട് ആരെയും നോക്കാതെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവകൃപാപൂരിതേ അയ്യമ്മസിനമ്മേ, കർത്താവ് നിന്റെ കൂടെ. കർത്താവിൻ ദൂതന സദ്വാർത്ത മേരിയോടന്നരുളി. ദൈവകൃപാപൂരിതേ അയ്യമ്മസിനമ്മേ, കർത്താവ് നിന്റെ കൂടെ. കർത്താവിൻ ദൂതനെ സദ്വാർത്ത മേരിയോടന്നരുളി. ദൈവസ്നേഹപൂരിതേ ഭീതി വേണ്ട അല്പവും, കർത്താവ് നിന്റെ കൂടെ. നിൻസുതനായ യാതനായി തീർന്നിടും പൈതലോ, ദൈവപുത്രനെന്നറിഞ്ഞിടും ഭാഗ്യമായി. ദൈവകൃപാപൂരിതേ അയ്യമ്മസിനമ്മേ, കർത്താവ് നിന്റെ കൂടെ. കർത്താവിൻ ദൂതനെ സദ്വാർത്ത മേരിയോടന്നരുളി. ദൈവരൂപി വന്നിടും, നിന്നിൽ നന്മ തൂകിടും. ദൈവശക്തി